നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ചുവന്ന രക്താണുക്കളെ ബാധിക്കുന്ന അരിവാൾ രോഗം അഥവാ സിക്കിൾ സെൽ ഡിസീസിനെ കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. ഈ രോഗത്തിൻ്റെ ആയുർവേദ ചികിത്സയാണ് ഇന്ന് നമുക്കിത് വിശദീകരിച്ചിരുന്നത്. വയനാട് ആയുർവേദ കേന്ദ്രത്തിലെ ചീഫ് മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ കെ മോഹനൻ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, എന്താണ് ഈ അരിവാൾ രോഗം അല്ലെങ്കിൽ സിക്കിൾ സെൽ അനീമിയ എന്ന് വിശദീകരിക്കാം? മനുഷ്യൻ്റെ രക്താണുക്കളിൽ ന്യൂക്ലിയസ് ചുരുങ്ങിപ്പോകുന്ന അവസ്ഥയാണ് സിക്കിൾ സെൽ അനീമിയ എന്ന പേരിൽ അറിയപ്പെടുന്ന അരിവാൾ രോഗം. അരിവാളിൻ്റെ ഷേപ്പിലേക്ക് ചുവന്ന രക്താണുക്കളുടെ ന്യൂക്ലിയസ് ചുരുങ്ങിപ്പോകുന്ന അവസ്ഥ. ഇത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നുണ്ട്. പിന്നെ ജനിതക രോഗം അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ശരീരത്തിലുണ്ടാകുന്ന ഈ ക്രോമസോംസ് അല്ലെ ജീൻസ് വഴി പകരപ്പെടുന്ന രോഗത്തിൻ്റെ പട്ടികയിലും ഇത് വരുന്നുണ്ട്. അല്ലാതെ തന്നെ മറ്റ് രീതിയിൽ രക്തം നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളിൽ വേണ്ടത്ര രക്തം ഇല്ലാതെ വരുമ്പോൾ അതിൻ്റെ ഷോർട്ടേജ് കൊണ്ട് ശരീരത്തിലുമായിട്ട് ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയാതെ വരുമ്പോഴും ഈ സിക്കിൾ സെൽ അനീമിയ അല്ലെങ്കിൽ ശരിക്കും അനീമിയ അല്ലെങ്കിൽ വളർച്ച എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പരിണമിക്കുന്നു. ഈ രോഗം ഒരു പ്രത്യേക കാറ്റഗറിയിൽപ്പെട്ട അല്ലെങ്കിൽ ചില റേസിൽ ചില വംശത്തിലുള്ള ആളുകളിൽ മാത്രം കാണുന്നതുകൊണ്ട് അല്ലാത്ത വരുന്നുണ്ട്. അപ്പോൾ അതിൽ ചികിത്സയുടെ പ്രാരംഭ ദശയിലാണ്. പ്രാരംഭ ദശ എന്ന് പറയുമ്പോൾ രോഗത്തിന് 4 അവസ്ഥകളുണ്ട്. ചികിത്സിക്കാൻ 4 സാധ്യതകളുണ്ട്. ഒന്ന് സുഖസാധ്യ രോഗം, രണ്ടാമത് കൃച്ഛ്രസാധ്യം, അതായത് കുറച്ചുകൂടെ കഷ്ടപ്പെട്ട് ചികിത്സിച്ചാൽ രോഗം മാറാവുന്ന അവസ്ഥ. മൂന്നാമത്തെ അവസ്ഥ യാപ്യം, അതായത് ചികിത്സ കൊടുക്കുമ്പോൾ മാത്രം രോഗം മാറി നിൽക്കുകയും ചികിത്സ നിർത്തുമ്പോൾ വീണ്ടും വരികയും ചെയ്യുന്നൊരവസ്ഥ. നാലാമത്തത് അസാധ്യം എന്ന് പറയുമ്പോൾ രോഗി എല്ലാ രീതിയിലും അവശനായിരിക്കുകയും ആരോഗ്യപരമായിട്ട് പുരോഗതിയൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് പരിണമിച്ചു കഴിഞ്ഞാൽ ആ രോഗിയെ രക്ഷപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ്. അത് ആയുർവേദത്തിലും നല്ല ഒരു ശാസ്ത്രശാഖയിലും അയാളൊന്നും ചെയ്യാൻ കഴിയില്ല. സാർ, നമുക്കൊരു കോൾ ഉണ്ട് അതിന്. ശരി. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ ചേർത്തല സുനിലാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ സാറേ, എനിക്ക് അരിവാൾ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതിനെ കുറിച്ച് എനിക്ക് വിശദമായിട്ട് അറിയാൻ പറ്റും സാറേ. ചേർത്തലയിൽ എവിടെയാണ്? ചേർത്തലയിൽ പട്ടണക്കാട്. നിങ്ങൾ ഈ രോഗത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആളാണോ? അല്ല, ഞാൻ അതിനെ കുറിച്ചല്ല, എനിക്ക് ഇതിനെ കുറിച്ച് വിശദമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഇതിന്റെ ലക്ഷണങ്ങൾ, ഇത് എങ്ങനെയാണ് ഉണ്ടാവുന്നതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ രക്തവാഹികളിലുള്ള രക്ത അണുക്കളിൽ അതിൻ്റെ ന്യൂക്ലിയസ് അരിവാളിൻ്റെ ഷേപ്പിലേക്ക് ചുരുങ്ങിപ്പോകുന്ന അവസ്ഥ. അതിന് പല കാരണങ്ങളുണ്ട്. എങ്കിലും ജനിതക രോഗങ്ങളുടെ പട്ടികയിൽ വരുന്നതുകൊണ്ട് ഒരു പ്രത്യേക വംശത്തിൽ വരുന്ന ആളുകളിൽ ഇങ്ങനെ കാണാറുണ്ട്. എങ്കിലും കാരണം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കേട്ടുകയാണ് ഈ അടുത്ത ബന്ധുക്കളുമായിട്ടുള്ള വിവാഹബന്ധങ്ങൾ, അങ്ങനെ ക്രോമസോംസ് വഴി പകരാൻ സാധ്യതയുള്ള രോഗങ്ങളുടെ പട്ടികയിൽ ഇത് വരുന്നുണ്ട്. അല്ലാതെ വരുന്നത് അവരുടെ ശരീരത്തിലുള്ള മെറ്റബോളിക് ആക്ടിവിറ്റീസ് കറക്റ്റായിട്ട് നിർവഹിക്കാൻ കഴിയാതെ വരുന്ന പോഷണങ്ങളുടെ കുറവാകുമ്പോൾ പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയൽ പാരസൈറ്റ്സ്, അപ്പോൾ ഒരു തരം ഈ കൃമി വരെ ഇതുപോലുള്ള സംഗതികളുണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ആവശ്യമുള്ള വൈറ്റമിൻസ് മിനറൽസ് ഒന്നും നമുക്ക് കിട്ടാതെ വരിക. അതിനനുസരിച്ച് ശരീരം ക്ഷീണിച്ചു പോകുന്ന അവസ്ഥ. ഉദാഹരണത്തിന് ഇൻഡസ്ട്രിയൽ പാരസൈറ്റ്സ് ഏകദേശം അറിയാവുന്നില്ല, കൊക്കോപ്പുഴു അല്ലെങ്കിൽ പോഷണക്കുറവ് കൊണ്ട് ഒരു നല്ലൊരു ശതമാനം സാധ്യതയുണ്ട്. കുട്ടികളിൽ ആദ്യം നമ്മളിപ്പോൾ സാധാരണ കാണുന്ന വളർച്ച അല്ലെങ്കിൽ രക്തമില്ലായ്മ എന്ന് പറയുന്ന അവസ്ഥ, അതിൻ്റെ കാരണങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ കാരണങ്ങളെപ്പറ്റി നമ്മൾ ആദ്യം അന്വേഷിക്കാറില്ല. ഇപ്പോൾ താൽക്കാലിക റെമഡിയാണ് സാധാരണ ചികിത്സയിൽ പൊതുവെ കണ്ടുവരുന്നത്. കാരണങ്ങളെപ്പറ്റി പിന്നെ വീണ്ടും ഒത്തിരി ഈ രോഗത്തിൻ്റെ അറ്റംപ്റ്റ് ശരീരത്തിൽ വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ തിരിഞ്ഞു നോക്കുന്നത്. പക്ഷേ ആയുർവേദത്തിൻ്റെ ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. രോഗത്തിൻ്റെ കാരണങ്ങളെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കുകയും അതിനനുസരിച്ചുള്ള ചികിത്സ ചെയ്യുകയാണ് ചെയ്യുന്നത്. വിളിച്ചതിന് നന്ദി. മറ്റൊരു കോളും കൂടി ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ നിഷ. ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഡോക്ടർ, ഈ അരിവാൾ രോഗം എന്നുള്ളത് അത് ശരിക്കും എന്താണെന്നൊന്ന് വിശദീകരിക്കാമോ? അരിവാൾ രോഗം നമ്മൾ ചുവന്ന രക്താണുക്കൾ, വെളുത്ത രക്താണുക്കളും ചുവന്ന രക്താണുക്കളും മനുഷ്യ ശരീരത്തിലുണ്ടല്ലോ. അത് ചുവന്ന രക്താണുക്കൾ നിർമ്മിക്കുന്നത് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ലോങ് ബോൺസ് അല്ലെങ്കിൽ എല്ലുകളുടെ മജ്ജയിലാണ്. ഈ മജ്ജയിൽ നിർമ്മിക്കപ്പെടുന്ന ഈ ചുവന്ന രക്താണുക്കൾ
ഒരു പ്രത്യേക കാലയളവിന് ശേഷം ഇത് പ്ലീഹ എന്ന് പറയുന്ന അവയവത്തിലേക്ക് പോയിട്ട് റീകണ്ടീഷൻ ചെയ്യുകയാണ്. അതിനകത്ത് ഹീം എന്ന് പറയുന്ന ഇരുമ്പിൻ്റെ അംശവും ഗ്ലോബുലിൻ എന്ന് പറയുന്ന പ്ലാസ്മ പ്രോട്ടീൻ, ഇത് രണ്ടും കൊണ്ടാണ് ചുവന്ന രക്താണുക്കൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഈ നിർമ്മാണ അവസ്ഥയിൽ തന്നെ ഇതിന് ക്വാളിറ്റി മോശമാണെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ചേരുവകളും അതിൻ്റെ ഒരു പ്രത്യേക ഒരു പാകമുണ്ട്, അത് കറക്റ്റ് അല്ലെങ്കിൽ ഇതിനെപ്പോഴും ഇത് അസ്വസ്ഥത ഉണ്ടായിരിക്കും, ഇതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ റീകണ്ടീഷൻ ചെയ്യുന്നത് പ്ലീഹയിലാണ്. അപ്പോൾ പ്ലീഹയിൽ നിന്ന് ഇത് ഈ പ്ലാസ്മ പ്രോട്ടീനായ ഗ്ലോബുലിൻ വേർതിരിഞ്ഞ് പോയിട്ട് അതാണ് നമ്മളെ പിത്തരസമായിട്ട് മാറുന്നത്. പിത്തരസം ഹീമിന് വീണ്ടും പുതിയ ഒരു കവറിങ്ങൊക്കെ ഇട്ട് RBC ചുവന്ന രക്താണുവായിട്ട് തിരിച്ചു വരുന്നു. അപ്പോൾ ഈ പ്രോസസ്സ് വളരെ വളരെ സാവധാനത്തിലാവുകയും ഇതിന് വേണ്ട ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ശരീരത്തിൽ ഇല്ലാതെ വരികയും ചെയ്യുക. അപ്പോഴത്തേക്ക് സെല്ലുകൾ ഉള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് ചുരുങ്ങി പോകുന്ന അവസ്ഥയാണ് സിക്കിൾ സെൽഡ് അനീമിയ എന്ന് പറയുന്ന അവസ്ഥ. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? ഇതിൻ്റെ ലക്ഷണങ്ങൾ സാധാരണ ഈ ആളുകൾ അവരുടെ എല്ലാ മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള പ്രവൃത്തികൾ വളരെ മന്ദഗതിയിലാവുകയും എന്നുവെച്ചാൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും മന്ദഗതിയിലായി പോവുക. ഗ്രോത്ത് പോലും. അപ്പോൾ ഇതിന് ഗ്രോത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ശരീരത്തിൽ വളർച്ച ഈ എല്ലുകളിൽ ഉള്ള RBC ചുവന്ന രക്താണുക്കളുടെ അളവും ഗുണവും കുറഞ്ഞു വരുമ്പോൾ ടോട്ടലായിട്ടുള്ള ഈ ശരീരത്തിലുള്ള ഇന്ധനം എന്ന് പറയുന്നത് രക്തമാണല്ലോ, ആ രക്തം സമ്പുഷ്ടമല്ലാതെ വരുമ്പോഴുള്ള എല്ലാ ലക്ഷണങ്ങളും ഇതിൽ കാണും. ഇനി അത് വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഏത് പ്രായക്കാരിലാണ് ഈ അരിവാൾ രോഗം കൂടുതലായി കണ്ടുവരുന്നത്? സാധാരണ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളിലാണ് ഇത് ഉടലെടുക്കുന്നത് ആദ്യം. കാരണം കുഞ്ഞുങ്ങൾ ഒരു എംബ്രിയോ ഫോം ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ രോഗത്തിൻ്റെ ഘടകങ്ങൾ കൂടി ചിലപ്പോൾ ചില റേസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഒരു പ്രത്യേക വംശത്തിൽ അല്ലെങ്കിൽ ചില രാജ്യങ്ങളിലുള്ള ചില ആളുകളിൽ, ചില വംശത്തിലുള്ള ആളുകളിൽ മാത്രം കാണുന്ന ഒരു പ്രശ്നമായിട്ടും, അല്ലാതെ മറ്റേതെങ്കിലും രീതിയിൽ രക്താണുക്കൾ കുറഞ്ഞു പോവുകയും അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ശരീരത്തിൽ ക്ഷതം സംഭവിക്കുകയോ രക്തം നഷ്ടപ്പെടുകയോ ചെയ്യുമ്പോൾ രക്തത്തിൻ്റെ അളവ് കുറഞ്ഞു പോവുക, വീണ്ടും അത് റിക്കവറി ചെയ്യാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയിലും ഈ ഷോർട്ടേജ് അല്ലെങ്കിൽ രക്തത്തിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ട്. ഇതാണ് സാധാരണ കണ്ടുവരുന്നത്. പാരമ്പര്യമാണ് ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന കാരണം? പാരമ്പര്യമായിട്ട് കാണുന്നതിൽ ആദ്യം പറഞ്ഞ പോലെ അത് വളരെ അടുത്ത റിലേഷൻപ്പെട്ട ബന്ധുക്കളിൽപ്പെട്ട വിവാഹങ്ങളും അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന കുട്ടികളിൽ ജനിതക രോഗങ്ങൾ അല്ലെങ്കിൽ ഇത് ക്രോമസോംസ് വഴി ജീൻസ് വഴി പകരപ്പെടുന്ന രോഗങ്ങൾ വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ഇതിനെ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. കോൾ ഉണ്ട് ഡോക്ടർ. ശരി. ഹലോ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? സാർ, ഞാൻ ബാംഗ്ലൂരിൽ ഓമനയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. സാർ, എനിക്ക് അലർജിക് ആസ്മയാണ്. ആസ്മ എന്ന് പറഞ്ഞാൽ സാധാരണ ആസ്മ രോഗികൾ വലിക്കുന്നതൊക്കെ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ പൊടി, ഈ പാരിജാതത്തിന്റെ പൂവിന്റെ മണം, ചില അങ്ങനെ പൊടികളും അങ്ങനെ ചില സ്മെല്ലുകളും വരുമ്പോ എനിക്ക് എന്തോ നെഞ്ചിനകത്തൊരു ഭാരം പോലെ. അപ്പം അത് പല കാരണം കൊണ്ടും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ പൾമണറി സ്പെഷ്യലിസ്റ്റിനെ കണ്ടു കഴിഞ്ഞപ്പം അലർജിക്ക് ആസ്മയാണെന്ന് പറഞ്ഞു, പെയിന്റിന്റെ സ്മെല്ല്. അപ്പോൾ അത് ആയുർവേദത്തില് റെഗുലർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റും ഉണ്ടോ? ഈ പറഞ്ഞ ലക്ഷണങ്ങൾ മാത്രമേ ഉള്ളൂ? അതിന് ചൊറിയും, ഇങ്ങനെ അലർജിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ചൊറിയും. പിന്നെ ചില ഈ നമ്മുടെ നട്ട്സ് ഒക്കെ, ബദാം പരിപ്പൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ചൊറിച്ചിലുണ്ടാവും. അത് മുട്ടിന്റെ ഭാഗത്ത്, ജോയിന്റ്സിന്റെ താഴെയൊക്കെ ആയിരിക്കും ചൊറിച്ചിലുണ്ടാകുന്നത്. കൈമുട്ടിന്റെയും കാൽമുട്ടിന്റെയും അല്ലേ? കാൽമുട്ടിന്റെ. അതെ അതെ അതെ. കൈമുട്ടിന്റെയും കാൽമുട്ടിലെ താഴേക്ക് മാത്രമാണ് ചൊറിച്ചിലും അസ്വസ്ഥതകളും അനുഭവപ്പെടുക. ഈ ബദാം പരിപ്പ് കഴിക്കുമ്പോൾ. അതെ. ഈ ചൊറിഞ്ഞു കഴിയുമ്പോൾ അവിടെ ചുവപ്പ് നിറം ഉണ്ടാവുന്നുണ്ടോ? ഇല്ല ഇല്ല. ചൊറിഞ്ഞിട്ട് ചെറുതായിട്ടങ്ങ് തടിക്കും. അത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഏലാതി കോക്കനട്ട് ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ തന്നിരുന്നു. അപ്പൊ അത് തേച്ച് കഴിയുമ്പോൾ അങ്ങ് മാറും. അല്ല, ഈ ചൊറിഞ്ഞു കഴിയുന്ന ഭാഗത്ത് ചൂടുണ്ടാകുന്നുണ്ടോ? ചുവപ്പ് നിറം അല്ലെങ്കിൽ ചെറിയ ചൂട് പോലെ തോന്നുന്നു? ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. ശരി. എത്ര വയസ്സുണ്ട് നിങ്ങൾക്ക്? എനിക്ക് 43. 43. ഈ മോഷനൊക്കെ ശരിയായിട്ട് പോവോ? മോഷൻ കുറവാ. ഓൾറെഡി ഞാൻ തൈറോയ്ഡ് പേഷ്യന്റ് ആണ്. ഇപ്പം ഗോയിറ്റർ സർജറി കഴിഞ്ഞു. അപ്പം എനിക്ക് കുറച്ച് കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്. അതിന് മുമ്പോ? അതിന് മുമ്പില്ലായിരുന്നു. കുഴപ്പമില്ല. പീരീഡ്സ്? അത് നിന്നു.
തൈറോയിഡിന്റെ പ്രോബ്ലം കൊണ്ട് ഇറഗുലർ ആയിരുന്നു എനിക്ക് ആദ്യം വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇപ്പൊ സർജറി കഴിഞ്ഞിട്ട് 3 വർഷമായി. അപ്പം അതങ്ങ് നിന്നു. എത്ര വയസ്സുള്ളപ്പോഴാണ് നിന്നത്? 36. നിങ്ങളുടെ കുടുംബത്തിലെ സ്ത്രീകളിൽ ഈ പറഞ്ഞ പ്രായത്തിൽ തന്നെയാണോ, അതോ അത് കുറച്ചുകൂടി ലേറ്റാവോ ഇത് പീരിയഡ്സ് നിൽക്കാൻ? ആരുമില്ല. എന്റെ ചേച്ചിക്കൊക്കെ, ചേച്ചിക്കും അമ്മയുടെ സിസ്റ്റർക്കും അമ്മയ്ക്കും ഒക്കെ 54 വയസ്സ്, 52, 54 നിന്നത്. എനിക്ക് മാത്രമേ ഉള്ളൂ. അത് ചെന്നൈയിൽ ഗൈനക്കോ എന്തോ എവിടെ സ്വദേശം എവിടെ? ചങ്ങനാശ്ശേരി നാട്. ചങ്ങനാശ്ശേരി. അപ്പോൾ ഇതിൽ ഇപ്പം നമ്മൾ ഈ പറയുന്ന അലർജി എന്ന് പറഞ്ഞില്ലേ, അതെ സാർ, അത് ഈ ബദാം പരിപ്പ് അല്ലെങ്കിൽ ഇത്തരം പൂക്കളുടെ മണം അല്ലെങ്കിൽ ഇതുള്ളതൊക്കെ അതൊരു ചെറിയ റീസൺ മാത്രമാണ്. ഓ ശരി. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ രക്തത്തിൽ ഇമ്പ്യൂരിറ്റീസ് ഉള്ളതാണ് കാരണം. എന്താ സാർ? രക്തത്തിലുള്ള മാലിന്യങ്ങൾ, മലയാളത്തിൽ നമുക്ക് വ്യക്തമായ ഭാഷയിൽ പറയുമ്പോൾ മാലിന്യങ്ങൾ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്തത് പോകുന്നത് വിയർപ്പിലൂടെയും മൂത്രത്തിലൂടെയും മലത്തിലൂടെയാണ് അല്ലേ? അപ്പോൾ അത് തടയപ്പെടുമ്പോൾ ശരീരത്തിൽ പ്രധാനപ്പെട്ട രക്തവാഹികളിലും രക്തവ്യൂഹത്തിലും ഈ വേസ്റ്റ് വീണ്ടും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ കൈമുട്ടിൻ്റെയും കാൽമുട്ടിൻ്റെയും അഗ്രങ്ങളിൽ ഇത് കാണാൻ സാധ്യത കൂടുതൽ കാണുന്നത് രക്തക്കുഴലുകളിൽ ആർട്ടറി ആൻഡ് വെയിൻസ്, ശുദ്ധ രക്തവും അശുദ്ധ രക്തവും തമ്മിൽ ചേരുന്നത് നമ്മുടെ കൈയുടെയും കാലിൻ്റെയും വിരലുടെയും അഗ്രങ്ങളിലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ശാഖകളിലാണ് ഈ വീനസ് ബ്ലഡ് തങ്ങി നിൽക്കാൻ സാധ്യത. അപ്പോൾ ഈ വെയിനിലുള്ള അശുദ്ധ രക്തം തങ്ങി നിൽക്കാൻ സാധ്യതയുള്ള കൈമുട്ടിനും കാൽമുട്ടിനും താഴെയുള്ള ഭാഗങ്ങളിലാണ് ഇത് പ്രോമിനൻ്റായിട്ട് പുറത്ത് നമുക്ക് അനുഭവപ്പെടുന്നത്. ചൊറിച്ചിലും മറ്റേ തിണർത്ത് വരുമെന്ന് പറഞ്ഞില്ലേ, അവസ്ഥകൾ കാണും. അത് നമ്മുടെ ഇപ്പം 43 വയസ്സല്ലേ ഉള്ളൂ. അപ്പോൾ മോഷൻ ശരിയാകുക, നമ്മളിപ്പോൾ ഇത് പീരിയഡ്സ് നിന്നുപോയതാണോ അതോ യൂട്രസ് റിമൂവ് ചെയ്താണോ? ഇല്ല, എനിക്ക് അത് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് പിന്നെ ഇറഗുലർ പീരീഡ് ആയിരുന്നു. അത് തൈറോയിഡ് കൂടി കഴിഞ്ഞപ്പോൾ മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ ആയി. അങ്ങനെ ഒത്തിരിയും ബ്ലഡ് ലോസായി നിന്നു. അപ്പം യൂട്രസിന്റെ സ്കാനൊക്കെ ചെയ്തപ്പം അവര് പറഞ്ഞത് എർലി മെനോപോസ് എന്നാണ് പറഞ്ഞത്. അതെ, എർലി മെനോപോസ് പറയുന്നെങ്കിലും അതൊരു അബ്നോർമാലിറ്റിയാണ് കേട്ടോ. സാധാരണ നമ്മൾ കുടുംബത്തിന്റെ പശ്ചാത്തലം നോക്കുമ്പോൾ അങ്ങനെ സാധ്യതയില്ല. ആർക്കും ഇല്ല, ഫാമിലിയിൽ ആർക്കും ഇല്ല. അപ്പോൾ അതിന് വേണ്ട, എനിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഇതിന് ചികിത്സയായിട്ട് ചെയ്യാനുള്ളത് മോഷൻ കറക്റ്റായിട്ട് പോകാനുള്ള സംവിധാനങ്ങളും ഈ പീരിയഡ്സിൻ്റെ കാരണക്കാരായ ഹോർമോൺസ് ഉണ്ടല്ലോ, ഈ ഹോർമോൺസിനെ കറക്റ്റ് ചെയ്യാനുള്ള കുറേ ആയുർവേദ മരുന്നുകളുണ്ട്. ഇത് കുറച്ച് നാൾ റെഗുലറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ മാറിക്കോളും. അല്ലാതെ ഇതൊരു കൃത്യം അലർജി അല്ല കേട്ടോ. ശരി. അപ്പൊ സാർ എനിക്കൊരു സംശയം കൂടെ ഉള്ളത്, എനിക്കൊരു ആക്സിഡന്റ് വന്നിട്ട് സ്പൈനലിൽ ചെറിയ L3 L4 ബോണിന് ഒരു ചെറിയ ഫ്രാക്ചർ ഒക്കെ ഉണ്ടായിരുന്നു. അത് ഫീൽ ചെയ്തു. ചെന്നൈയിലെ ട്രീറ്റ്മെന്റ് ചെയ്ത് തന്നെ ഫീൽ ചെയ്തു. അപ്പോഴെനിക്ക് ശരീരത്തിൽ എണ്ണ തേക്കുമ്പം എനിക്ക് ഈ ശ്വാസത്തിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 40 ദിവസം ട്രീറ്റ്മെന്റ് അവർ പറഞ്ഞിട്ട് പിന്നെ ഈ ഒരു 15 ദിവസം കൊണ്ട് നിർത്തേണ്ടി വന്നു. അപ്പൊ ഈ എണ്ണ തേച്ചാലും അങ്ങനെ ശ്വാസത്തിന്റെ പ്രോബ്ലം വരുമോ? അതല്ല, നമ്മൾ തലയിൽ എന്താ എണ്ണ തേക്കുന്നത്? നെറുകയിൽ കുളിക്കുന്നതിന് മുമ്പ് തലയിൽ എണ്ണ തേച്ച് കഴിയുമ്പോൾ ഈ ശ്വാസത്തിന്റെ പ്രോബ്ലം വരുന്നോണ്ട് ഞാൻ തലമുടിയിൽ മാത്രം, സ്കാൽപ്പിൽ തേക്കാറേ ഇല്ല. കുളിച്ചതിന് ശേഷം തേക്കുമോ? അതെ, കുളിച്ചതിന് ശേഷം തലമുടിയിൽ മാത്രം. സ്കാൽപ്പിൽ തേച്ച് കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നു. മറ്റേ വെള്ളം എന്തോ ഉപയോഗിക്കും കുളിക്കാൻ? വെള്ളം ചൂടുവെള്ളം, പച്ചവെള്ളം ചേർത്തല്ലേ? അവിടെ നമ്മൾ ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ കുറവല്ലേ സാറേ? അല്ലല്ല, പച്ചവെള്ളം ചേർത്ത് തലയിൽ പച്ചവെള്ളം ചൂടുവെള്ളം മിക്സ് ചെയ്ത് തലയിൽ ഒഴിക്കുന്നത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. തുമ്മലും ജലദോഷം, തുമ്മലില്ല. ഈ മാസ്മ പോലെ പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു കാരണങ്ങളിൽ ഒന്ന് ഇതാണ്. പച്ചവെള്ളം ചൂടുവെള്ളം മിക്സ് ചെയ്ത് തലയിൽ ഒഴിക്കുകയും കുളിച്ചതിന് ശേഷം ചെറിയ അളവിലെങ്കിലും എണ്ണ വയ്ക്കുകയും ചെയ്യുന്നത്. എണ്ണ മുടിയിൽ തടയാതെ തന്നെ ടെമ്പറേച്ചറുള്ള സ്ഥലമാണെങ്കിൽ അത് വിയർപ്പിൻ്റെ കൂടെ താഴോട്ടിറങ്ങാം. അങ്ങനെ വരുന്നത് തന്നെ തുമ്മലുണ്ടാക്കാനും ചെവിക്കകത്ത് കണ്ണിലൊക്കെ ചൊറിച്ചിലുണ്ടാക്കാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. അതിനൊരു ഭാഗം തൊണ്ടയിലേക്ക് എത്തിയിട്ട് ശ്വാസം മുട്ട് പോലെ ഉണ്ടാവാം. അതൊരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ 2 കാര്യങ്ങൾ, ഇപ്പോൾ മോഷൻ കറക്റ്റ് ചെയ്യുന്നതും പീരിയഡ്സിന് വേണ്ടിയുള്ള ഒരു സഹായം എന്ന രീതിക്ക് യൂട്രൈൻ സെഡേറ്റീവ് ടോണിക്സ് കിട്ടും. ആയുർവേദ മരുന്നുകളുണ്ട്, യൂട്രൈൻ സെഡേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ പീരിയഡ്സ് കറക്റ്റ് ആക്കാനുള്ള, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ മരുന്നുകളായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ അരിവാൾ രോഗത്തിനെ കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത്. ഈ അരിവാൾ രോഗം തിരിച്ചറിയണം എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യുന്നത്?
ഇതേപോലെ മറ്റ് പല രോഗങ്ങളുണ്ടല്ലോ, ഇതേ ലക്ഷണങ്ങൾ വരുന്ന രോഗങ്ങളുണ്ടെങ്കിൽ രക്തത്തിൻ്റെ പിന്നെ ചുവന്ന രക്താണുക്കളെയാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് നമ്മൾ നോക്കേണ്ടത്. അതിൽ മറ്റ് സാധാരണ ടോട്ടൽ കൗണ്ട് RBC ചുവന്ന രക്താണുക്കളുടെ ടോട്ടൽ കൗണ്ട് നോക്കുമ്പോൾ അതിനകത്ത് രണ്ട് സാധാരണ പറയുന്ന ഇത് മാക്രോസൈറ്റിക് ആൻഡ് മൈക്രോസൈറ്റിക് അനീമിയ എന്ന് പറയുന്നത് ചുവന്ന രക്താണുക്കൾ എണ്ണത്തിൽ കൂടുതലായിട്ട് കാണുകയും പക്ഷേ സൈസ് വളരെ ചെറുതായി പോവുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ട്. അത് മൈക്രോസൈറ്റിക് അനീമിയ എന്ന് പറയുക. പിന്നെ സെല്ലുകൾ വളരെ വീർത്തതായിരിക്കും, വലിപ്പം കൂടുതലായിരിക്കും, എണ്ണം വളരെ കുറവായിരിക്കും. ഇത് രണ്ടും അനീമിയയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ വളർച്ച അല്ലെങ്കിൽ ഈ പറഞ്ഞ എത്ര രോഗത്തിൽ കാണുന്നെങ്കിലും അരിവാൾ രോഗത്തിൽ പ്രധാനപ്പെട്ട് കാണുന്ന ഈ സെല്ലുകളിലെ ന്യൂക്ലിയസ് ഷ്രിങ്ക് ചെയ്തിട്ട് ചുരുങ്ങിപ്പോയിട്ട് അരിവാളിൻ്റെ ഷേപ്പിലേക്ക് മാറുന്ന അവസ്ഥയാണ് കാണുന്നത്. അതിനകത്ത് എണ്ണവും കുറവായിരിക്കും. എണ്ണം കുറവുള്ള ആദ്യത്തെ പ്രധാനപ്പെട്ട ലക്ഷണമാണ്. അതിൽ ഈ ഷേപ്പിൽ വ്യത്യാസം വരുന്നതുകൊണ്ട് അതിനകത്ത് എഫിഷ്യൻസി കുറഞ്ഞിരിക്കും. ബ്രേക്കിന് ശേഷം ചികിത്സയിലേക്ക് ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് രാജി. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ ഡോക്ടർ, പിന്നെ എന്റെ HP കൗണ്ട് 11.5ഉം 4ഉം ഒക്കെ ആയിട്ട് ഇപ്പം എന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് മോക്ക് 1 വയസ്സാവാറായി മാർച്ചില്. അപ്പം ഇപ്പൊ സ്ഥിരമായിട്ട് എനിക്ക് തലകറക്കമൊക്കെ വരുന്നുണ്ട്. അപ്പം നോക്കുമ്പോഴെല്ലാവരും പറയുന്നത് HP കുറവാന്നാണ്. 11.5 അല്ലേ പറഞ്ഞത്? 11.5. അതെ. അപ്പം ഇപ്പൊ നോക്കുമ്പോഴെല്ലാം പറയുന്നത് HP കുറവായതിന്റെയാണ് എന്നാ പറയുന്നത്. HPയുടെ കൗണ്ട് കൂട്ടാനായിട്ട് എന്തോ ചെയ്യാൻ പറ്റും ഡോക്ടറെ? അല്ല, കൗണ്ട് കൂട്ടുന്നതിന് മുമ്പ് ഇപ്പോൾ ഈ കുട്ടിക്ക് ഇപ്പം എന്താ പ്രായമുണ്ട്? മോക്ക് 1 വയസ്സാവാറായി മാർച്ചില്. എത്ര കുട്ടികളുള്ളത്? ഒരാളേ ഉള്ളൂ. എത്ര വയസ്സ് നിങ്ങളുടെ പ്രായം? എനിക്ക് 23 വയസ്സ്. 23 വയസ്സ്. എവിടെയാണ് നാട്? എൻ്റെ വീട് കൊല്ലം. നേരത്തെ ഇങ്ങനെ ശരീരം വണ്ണമുള്ള ശരീരമാണോ അതോ? വണ്ണമുള്ള ശരീരമാണ്. ഇപ്പോഴും നല്ല വണ്ണമുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം ഓപ്പറേഷൻ ആയിരുന്നു പ്രസവം. അപ്പൊ അതിനുശേഷവും നല്ല വണ്ണം ഇപ്പോഴും ഉണ്ട്. അപ്പൊ ശരി, ഇപ്പം പ്രസവരക്ഷ എന്ന് പറയുന്ന ചികിത്സകളൊക്കെ ചെയ്തിട്ടുണ്ടോ? ചെയ്തിരുന്നു. അതിനുശേഷമാണോ വണ്ണം കൂടിയത്? അല്ല, പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഉള്ള വണ്ണം തന്നെ ഇപ്പോഴും. ബോഡിക്ക് പക്ഷെ ഒരു ശക്തിയൊന്നുമില്ല, പക്ഷെ നല്ല വണ്ണമുണ്ട്. ഒരു സാധനം കുറച്ച് പൊക്കാനായാലും അങ്ങനൊന്നും പറ്റത്തില്ല. ശരിക്കും നമുക്ക് ആയാസമുള്ളതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം, അല്ലേ? അതെ. ഇപ്പം പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കുട്ടിയിലേക്ക് ഫീഡ് ചെയ്യുന്നുണ്ടല്ലോ, അല്ലേ? അപ്പോൾ ഫീഡിങ്ങിൽ തള്ളയിലുള്ള നല്ലൊരു ധാതു ലവണങ്ങളെല്ലാം കുട്ടിയിലേക്ക് പാലിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ സംഭരിച്ച് വെച്ചുവെന്ന് കരുതപ്പെടുന്ന കുറേ ധാതു ലവണങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്ന് കിട്ടുന്നത് പോരാതെ വരുന്നു എന്നർത്ഥം. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് പിന്നെ ഇരുമ്പാണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സംഭവം. ഇരുമ്പും കാൽഷ്യവും ഫോസ്ഫറസ്, ഈ 3 സംഗതിയാണ് ശരിക്കും കുട്ടിക്ക് പാല് കൊടുക്കുന്ന അനുസരിച്ച് നമുക്ക് തള്ളയിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ധാതു ലവണങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ്. അപ്പോൾ നമ്മൾ മറ്റ് ജൈവമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പച്ചക്കറികൾ ഉപയോഗിക്കുക, ഇലക്കറികൾ. പിന്നെ അല്ലാതെ തന്നെ നമുക്ക് മരുന്ന് പറഞ്ഞു തന്നാൽ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ലോഹാസവം. പെട്ടെന്ന് എഴുതിക്കോ. ദ്രാക്ഷാരിഷ്ടം. പുനർനവാസവം. അതെ, പുനർനവാസവം. ഇത് 2 ടീസ്പൂൺ വീതം 3 മരുന്നുകൾ എടുക്കുക. 30 മില്ലിയിൽ ലോഹസിന്ദൂരം എന്ന് പറഞ്ഞൊരു ഇരുമ്പിൻ്റെ ഒരു മെഡിസിൻ ഉണ്ട്. ലോഹസിന്ദൂരം കേട്ടോ. ലോഹസിന്ദൂരം ഇത് തേനും നെയ്യും ചേർത്ത് കഴിക്കുക, അല്ലെങ്കിൽ തേനിൽ മാത്രം നമ്മൾ 2 വിരലുകൊണ്ട് എടുക്കുന്ന ഒരു പിഞ്ചെന്ന് പറയില്ലേ, അത് ഒരു 200 മില്ലിഗ്രാം. 2 വിരലുകൊണ്ട് 2 പ്രാവശ്യം എടുക്കുന്ന അത്രയും പൊടി അത് തേനിൽ ചാലിച്ച് രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് ശേഷമാണ് കഴിക്കേണ്ടത്. ഇത് രണ്ടും കേട്ടോ.
എന്നിട്ട് പിന്നെ നമുക്ക് ഇത് നെല്ലിക്ക ലേഹ്യം എന്ന് പറഞ്ഞ സാധനമുണ്ട്, അല്ലെങ്കിൽ ചവനപ്രാശം നല്ല കമ്പനിയുടെ ഉപയോഗിക്കുക. ഇത് സ്ഥിരമായിട്ട് 2-3 മാസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ സംഗതി വളരെ വ്യത്യാസമായിക്കോളും കേട്ടോ. വിളിച്ചതിന് നന്ദി. ഓക്കെ ഡോക്ടർ, ഈ അരിവാൾ രോഗത്തിന് ആയുർവേദത്തിലെ ചികിത്സയെക്കുറിച്ച് വിശദീകരിക്കാം. ചികിത്സയുണ്ട്. അതിനകത്ത് ആദ്യം നമ്മൾ ഈ രോഗിയുടെ പ്രായം പരിഗണിച്ചിട്ട് രോഗത്തിൻ്റെ അവസ്ഥ നമ്മൾ പറഞ്ഞത് നേരത്തെ, അതുപോലെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ആന്തരിക ശുദ്ധി വരുത്തുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ സാധാരണ അരിവാൾ രോഗം കാണുന്ന ആളുകളിലൊക്കെ പോഷണങ്ങളുടെ കുറവാണ് പ്രധാനപ്പെട്ട നമ്മൾ കാണുന്നത്. ഈ പോഷണങ്ങൾ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുത്തുന്ന ഒരു വിഭാഗമാണ് ഇൻഡസ്ട്രിയൽ പാരസൈറ്റ്സ്, അല്ലെങ്കിൽ വിരകൾ മറ്റുമൊക്കെ. അപ്പോൾ അതിനെ നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് സസ്പെക്റ്റ് ചെയ്യണമെന്നാണ്. അപ്പോൾ ഒരു ആഭ്യന്തര ശുദ്ധി, ശരീരത്തിൽ മലമൂത്രാദികൾ ശരിയായിട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും അതിനെ ശരിയായിട്ട് വയറിളക്കുക, അല്ലെങ്കിൽ അതുപോലുള്ള മരുന്നുകൾ കൊടുത്ത് വയറിളക്കി വയറ് ശുദ്ധിയാക്കി എടുക്കുന്നതിന് ശേഷം അതിന് രക്തം ശരിയായിട്ട് പുഷ്ടിപ്പെടുത്തുന്നതിനുള്ള ഔഷധങ്ങളുണ്ട്. ആ ഔഷധങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ആളിനെ ഒരു ആരോഗ്യമുള്ള സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ആദ്യം എന്നുവെച്ചാൽ ആദ്യം നമുക്ക് ഈ ആളിൽ ഭക്ഷണമൊന്നും ശരിയായിട്ട് ഉപയോഗിക്കാതിരിക്കുകയും ശാരീരികമായിട്ട് തളർച്ചയും മാനസികമായിട്ടുള്ള ഒരു മന്ദത ഉണ്ടായിരിക്കുന്ന ആളുകളിൽ ആദ്യം ഈ പറഞ്ഞ ശുദ്ധി വരുത്തിയതിന് ശേഷം മാത്രമാണ് ചികിത്സ ആരംഭിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ വയറിളക്കുകയും അതുപോലുള്ള സംഗതി ചെയ്തതിന് ശേഷം, അപ്പോൾ പ്രായത്തിൻ്റെ അനുസരിച്ചാണ് ഈ ചികിത്സകൾ നിശ്ചയിക്കുന്നത്. ഇപ്പോൾ ചെറിയ കുട്ടികളിൽ ഛർദ്ദിപ്പിക്കൽ അല്ലെങ്കിൽ അതുപോലെ സംഗതി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു പ്രത്യേക ഏജിലുള്ള ആളുകൾ മാത്രമേ അങ്ങനെ ചെയ്യാൻ ഒക്കൂ. എന്ന് വെച്ചാൽ അതിനനുയോജ്യമായ ചികിത്സ ചെയ്ത് ശുദ്ധി വരുത്തിയതിന് ശേഷം മാത്രമാണ് മരുന്നുകൾ കൊടുക്കുന്നത്. അത് പിന്നെ അല്ലാതെ തന്നെ ഇതിന് കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള, അപ്പോൾ ഞാൻ വയനാട്ടിലൊരു ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വയനാട്ടിലെ കുറച്ച് ചികിത്സകളിൽ പ്രധാനപ്പെട്ട കുറച്ച് ട്രഡീഷണലായിട്ട് ചികിത്സകളുണ്ട്. അത് വളരെ ഫലപ്രദമായിട്ട് കാണുന്നുണ്ട്. അതിനകത്ത് കുറേ നാച്ചുറൽ ഹെർബ്സ്, ചെടികൾ നമ്മൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ചീരയൊക്കെ ഉപയോഗിക്കുന്നില്ലേ, അതുപോലെ ചില ചെടികൾ പ്രത്യേകം ഇതിന് ഗുണം ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലാതെ കുറേ ട്രഡീഷണൽ ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. ഈ മെഡിസിൻസ് കൊടുത്തു കഴിയുമ്പോൾ നല്ല റിക്കവറി കാണുന്നുണ്ട്. പിന്നെ രണ്ടാമത് പ്രിക്കോഷൻ രീതിയിൽ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ രോഗികളെ അടുത്ത ബന്ധുക്കളുമായിട്ടുള്ള വിവാഹബന്ധം കർശനമായിട്ട് നിരോധിക്കുക. അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. കാരണം ഈ ഒരാളിൽ നിന്ന് പകർന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സാധ്യത നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. സമയോടെ പൂർണ്ണമായി. ഈ അരിവാൾ രോഗത്തിൻ്റെ ആയുർവേദ ചികിത്സയെക്കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നതിന് നന്ദി.